ആമേൻ, നിങ്ങൾക്ക് സജീവമായ ഒരു പ്രതീക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? ഹല്ലേലൂയ. ഈ അവസ്ഥയിൽ നിന്നൊക്കെ എനിക്ക് മോചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, തീയിലും വെള്ളത്തിലും കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ഹല്ലേലൂയ, നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമാണെന്ന് എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ ആയിരിക്കാതെ പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടെ മഹിമ കണ്ട സാക്ഷികളായി ലോകത്തിന്റെ അറ്റത്തോളം സഞ്ചരിപ്പാൻ എന്റെ കാലുകൾക്ക് അതേ സർവശക്തനായ ദൈവം ബലം നൽകുമെന്ന് വിശ്വസിക്കുന്നവർ, എന്റെ ശരീരത്തിന് ബലം നൽകുമെന്ന് വിശ്വസിക്കുന്നവർ, ആമേൻ, എന്റെ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമാക്കി നൽകി തരുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചെന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷെ അത് മരുഭൂമിയുടെ അനുഭവമായിരിക്കാം നീ ആയിരിക്കുന്നതിന്റെ ഭവനത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൻ തന്നതും അമ്മ തന്നതും ആമേൻ അതെ മാനുഷികമായി ചില ബന്ധങ്ങളൊക്കെ അത് നൽകിയതെല്ലാം തീർന്നിട്ടുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അതെ മണലാരണ്യത്തിൽ അബ്രഹാം കൊടുത്തുവിട്ട അപ്പവും വെള്ളവും തീർന്നപ്പോൾ ഒക്കത്തിരുന്ന കുഞ്ഞിനെ അമ്മമാട് ദൂരത്തേക്ക് ഇട്ടിട്ട് മാറിയിരുന്ന ആ ഹാഗറിന്റെ തോളിൽ പെട്ട് സ്വർഗത്തിലെ ദൈവം അയച്ച ദൂതൻ ചോദിച്ചു, ഹാഗറെ, നിനക്കെന്താ ഇവിടെ കാര്യം? അവൻ കുഞ്ഞിരിക്കുന്നിടത്ത് ആരും തുറക്കാത്ത ഉറവയെ, അതെ ഇതുവരെ കാണാത്ത ഒരു ഉറവയെ അതെ മരുഭൂമിയിൽ അതെ തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നിലവാരത്തിൽ, ഹല്ലേലൂയ, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ ദൈവമൈതലേ നിനക്ക് വേണ്ടി ആമേൻ വഴികളെ തുറക്കുവാൻ ശക്തനായവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ, പ്രത്യാശിക്കുന്നവർ, അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പ്രതീക്ഷയുള്ളവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. നിങ്ങൾക്ക് സജീവമായ ഒരു പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. ഉണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ആമേൻ. ഈ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇന്ന് പകൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ആമേൻ ഒരു വേദഭാഗം വായിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നാം ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്, നാം ഒരുമിച്ചാണ് ദൈവസന്നിധിയിൽ അതെ ആമേൻ ആയിരിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ആമേൻ അതെ ചില പ്രതീക്ഷകളെ നൽകി ഹല്ലേലൂയ പ്രത്യാശയോടെ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുവാൻ ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ അതെ ബലപ്പെടുത്തുവാൻ പോകുകയാണ്. ആമേൻ. ഭർത്താവ് മരണപ്പെട്ടു, ആകെയുള്ള ആശ്രയം ഭർത്താവായിരുന്നു. ഹല്ലേലൂയ. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച രൂത്തിന്റെ സ്ഥിതിഗതിയെ മാറ്റുവാൻ ആമേൻ ഒരു അമ്മായിമ്മയോട് ചേർന്ന് നിൽക്കുവാൻ സമർപ്പിക്കപ്പെട്ട രൂത്തിന് വേണ്ടി ആമേൻ കാലാവധിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോളാമെന്ന് അമ്മായിമ്മയായി തീരുമാനമെടുത്ത് ഇറങ്ങിയെങ്കിലും നീ കാലാവധിക്ക് കഴിയേണ്ടവളല്ല, നീ യജമാനത്തിയായി വാഴേണ്ടവളാണെന്ന് പറഞ്ഞു ആമേൻ അതെ കുടുംബത്തിന്റെ ചരിത്രത്തെ തിരുത്തിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ അനാഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ, വിധവ എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ചേർത്ത് നിർത്തി മാനിച്ച ദൈവം നിന്നെയും മാനിപ്പാൻ ശക്തനാണ്. കണ്ണുനീർ കാണുമ്പോ മനസ്സലിയുന്ന ദൈവം പുരുഷാരത്തെ കണ്ട് മനസ്സലിയുന്നത് പോലെ ഇന്ന് പകൽ അഗ്നിജാലക്കത്തെ കണ്ണുള്ളവന്റെ കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നോട് കനിവ് കാണിക്കാൻ പോകുക, നിന്നോട് കരുണ കാണിക്കാൻ പോകുക. ആരും തുറക്കാത്ത, ആരും അടയ്ക്കാത്ത നിലയിൽ നിനക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ ചെവി മണ്ണമായിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ ഭയപ്പാട്. ഹല്ലേലൂയ. ഭയന്നോടിയ യാക്കോബിന് ക്ഷീണം വന്നപ്പോൾ, ഹല്ലേലൂയ, സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ആമേൻ അവൻ അതെ അല്പം വിശ്രമിക്കുവാനായിട്ട് തയ്യാറായി. അവൻ കണ്ട ഒരു കല്ലെടുത്ത് തലകണയായി വെച്ച് മയങ്ങാൻ തുടങ്ങിയപ്പോൾ മയക്കത്തിന് ആമേൻ അതെ ആ ഉറക്കത്തിന് ആമേൻ മുമ്പ് ഹല്ലേലൂയ അവൻ ഒരു ദർശനം കാണുകയാ. എന്തായിരുന്നു ദർശനം?
അവനെ ഭയപ്പെടുത്തുന്നത് പോലെ അവനെ തകർത്ത് കളയുന്ന ശത്രുപക്ഷം അവനെ പിന്തുടർന്ന് തകർക്കുന്ന കാഴ്ചയല്ല അവൻ കണ്ടത്. അവൻ കാണുകയാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവേണി. ആ ഗോവേണിയിലൂടെ സ്വർഗീയ ദൂതന്മാര് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച. ആമേൻ. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു. ആമേൻ. ഞാൻ പോകുന്നിടത്തൊക്കെയും നീ എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് ഹാനി സംഭവിക്കാതെ നീ എന്നെ മടക്കി വരുത്തുന്നുവെങ്കിൽ ഇവിടെ ആമേൻ ഞാൻ ഒരാലയം പണിയും. ഹല്ലേലൂയ. പിൻകാലത്ത് അത് ബേഥേലായി മാറ്റപ്പെട്ടു. ഇന്ന് പകൽ ഹല്ലേലൂയ ഭയപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി, ഭയത്തോടുന്ന സഹോദര കൂടപ്പറപ്പ് അഭിഷക്തരെ, അതെ നിന്റെ ഹല്ലേലൂയ ഈ അവസ്ഥയിൽ ആമേൻ നീ ദർശനം ആമേൻ കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ ദർശനം നഷ്ടപ്പെടുത്താതെ ഹല്ലേലൂയ അത് സമാപ്തിയിലേക്ക് വരും. ആമേൻ. അതിനായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അത് വരും. അതിനായി കാത്തിരിക്കുക. സമയം തെറ്റുകയില്ല. ഹല്ലേലൂയ. നിന്റെ യാത്രയിൽ നാളിതുവരെ കൂടെ ഇരുന്ന് നീ സഞ്ചരിച്ച പാതയിൽ നീ പാർത്തിരുന്ന പട്ടണത്തിൽ പലരും തകർന്നു പോയപ്പോൾ സമപ്രായത്തിലുള്ള പലരും ആമേൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോ ദൈവത്തിന്റെ പൈതലെ തകർത്ത് കളയുവാൻ ശത്രു എത്രയോ വട്ടം നിന്നെ പതിയിരുന്ന് ആക്രമിക്കുവാൻ നോക്കി. നീ സഞ്ചരിച്ച പാതയിൽ തള്ളിയിട്ടില്ലേ? നീ കിടന്ന പായിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ കണ്ട് നിന്നെ രോഗിയാക്കി കിടത്തിയില്ലേ? എന്നാൽ രോഗ കിടക്കയെ മാറ്റി വിരിക്കുന്ന കർത്താവ് നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി ഈ പകലിലും ആയിരിക്കാൻ നിന്നെ ബലപ്പെടുത്തിയ ആ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ നിന്നെ താഴ്ന്നു നിർത്തിയ കർത്താവ് നിനക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകി ജയത്തോടെ നടക്കുവാൻ ശക്തനാണ് എന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ലാളിച്ചു വളർത്തിയ തലമുറകൾ ആമേൻ കൈവിട്ടു പോയി. ആമേൻ. നൊന്ന് പ്രസവിച്ച തലമുറ ആമേൻ തിരിഞ്ഞു നോക്കാതായിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് ജീവിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ജീവിത പങ്കാളി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ഇനി ആത്മഹത്യ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. ആമേൻ. ഇനി എനിക്ക് മരണം മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ജീവിക്കണമെന്ന് യാതൊരു ആമേൻ താല്പര്യവുമില്ല എന്ന നിലവാരത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി നിന്നെ തകർക്കുവാൻ പദ്ധതിയിടുമ്പോ അതിനപ്പുറത്തേക്ക് പ്രത്യാശയോടെ ജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത ഇന്നും പലതിനെ നിറയ്ക്കുവാൻ അനുഭവിക്കുന്ന ദൈവമക്കൾ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം ആമേൻ 1-ാം അധ്യായം 3, 4, 5 വാക്യം. പ്രൈസ് ഗോഡ്. സമയത്തിന്റെ പരിമിതി മൂലം ആമേൻ ഡാറ്റ ആവശ്യമായിരിക്കുന്നല്ലോ. വേഗത്തിൽ വായിച്ച് ആമേൻ തന്നാൽ ആമേൻ നിശ്ചയമായും ആമേൻ നമ്മളോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3, 4, 5 വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അവന്റെ സമൃദ്ധ കരുണയാൽ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? സ്തോത്രം ചെയ്യാം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? സ്തോത്രം പറയാൻ പറ്റും. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ആമേൻ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടതെന്ന് തിരുവചനത്തിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആമേൻ എത്ര പേർക്ക് സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ആമേൻ ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തെ അവൻ പ്രബോധിപ്പിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സന്തോഷിക്കാനല്ലേ? മക്കളെ കുറിച്ച് ഓർക്കുമ്പോ, ആമേൻ ജീവിത പങ്കാളിയെ കുറിച്ച് ഓർക്കുമ്പോ, ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ, നാളെയെ കുറിച്ച് ഓർക്കുമ്പോ എങ്ങനെ സന്തോഷിക്കാൻ?
ആമേൻ. പ്രത്യാശയെല്ലാം പോയി. ഹല്ലേലൂയ. കണ്ണുനീരും ദുഃഖവും മാത്രമാണ്. ഹല്ലേലൂയ. ജീവിതം മടുത്തു. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത് എന്ന ചിന്തയില് ഇനി ജീവിതം അവസാനിപ്പിച്ചേക്കാന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ വേദനാജനകമായ അനുഭവത്തിലൂടെ എന്ന് തീരും എന്റെ കഷ്ടം, എന്ന് തീരും എന്റെ വേദന, ആമേൻ എന്നും ഈ കഷ്ടമാണ്, എന്നും ഈ ബുദ്ധിമുട്ടാണ്, എന്നും ഈ പ്രതികൂലമാണ്, എന്നും ഈ പ്രതിസന്ധിയാണ്, ഹല്ലേലൂയ എന്ന് ചിന്തിച്ച് ഒതുങ്ങി പോകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ആമേൻ അതെ അനുകൂലമായി ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ ആമേൻ അതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി ഹല്ലേലൂയ എങ്ങനെയുള്ള പ്രത്യാശയ്ക്കായി? ജീവനുള്ള പ്രത്യാശ. ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കും വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ആമേൻ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചുമിരിക്കുന്നു. എന്തിനാണ് ആമേൻ ഈ ഭൂമിയിൽ ഈ കർത്താവിനെ അറിഞ്ഞതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നും ഈ കഷ്ടവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിച്ച് കഴിയാനായിരുന്നെങ്കിൽ എന്തിനാണ് ഈ കർത്താവിനെ അനുഗമിക്കുവാൻ കൊണ്ട് ഇറങ്ങിത്തിരിച്ചതെന്ന് ചില സന്ദർഭങ്ങളിൽ ചിന്തിക്കത്തക്ക വിധത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചിലത് പങ്കുവെക്കുവാനുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാണ്. അവന്റെ സമൃദ്ധമായ കരുണയാണ് യേശുക്രിസ്തുവിന്റെ ആമേൻ ആ മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്താൽ സജീവമായ പ്രത്യാശയിലേക്ക് ആമേൻ അക്ഷയവും നിർമ്മലവുമായ മാഞ്ഞു പോകാത്ത അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി സ്വർഗത്തിൽ സംരക്ഷിച്ചിരിക്കുന്ന വിശ്വാസത്താൽ രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. അവർ അവസാന കാലത്ത് വെളിപ്പെടുവാൻ തയ്യാറായി കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ ആമേൻ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, നമ്മെ ഈ നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം ആമേൻ അതെ നീതിമാനാണ്. ഹല്ലേലൂയ. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്. ഹല്ലേലൂയ. അവൻ സർവത്തിന്റെയും സൃഷ്ടാവാണ്. ഹല്ലേലൂയ. അവൻ പിതാവായ ദൈവമാണ്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാണെങ്കിൽ മക്കൾക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയാണ് എനിക്ക് നിങ്ങൾക്കും ഈ ഭൂമിയിൽ ദൈവ മക്കളായി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്? ആമേൻ. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി അതേ മറിയയുടെ ഉദരത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഉളവായ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായനയിൽ ഏറ്റുപറയുകയും ചെയ്യുന്നവന് ഒരു ദൈവമൈതനായി, ദൈവമകനായി, മകളായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം ആമേൻ അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ വെളിപ്പാടും പ്രകാരം ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്ക് പ്രത്യാശിക്കുവാൻ പാടില്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാണ്. ഹല്ലേലൂയ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്നും പകൽ സത്യനിഷേധികളുള്ള ലോകത്ത് സത്യം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്നെ അന്വേഷിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വാസ്തവമായി അതെ നിങ്ങൾ കണ്ടെത്തുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ചില കഷ്ടതകളിലൂടെ, ചില വേദനകളിലൂടെ, ചില പ്രതികൂലങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായി വരുമ്പോ നിങ്ങൾ വിളിച്ച് അതേ മടുത്ത് ആ ബാലന്റെ പ്രവാചകന്മാർ തകർന്നു പോയതുപോലെ പലരും തകർന്നു പോകുമ്പോ അത് കർമ്മേലിൽ മുഴങ്കാൽ മടക്കി ജീവിക്കുന്ന
ദൈവത്തെ വിളിക്കുവാൻ തയ്യാറായ ഏലിയാവിന്റെ ദൈവം തീ കൊണ്ട് ഉത്തരവരുന്നതുപോലെ ഇന്ന് പകൽ നിന്റെ നിലവിളി കേട്ട് അകന്നു പോകുന്നവനല്ല, നിന്റെ കഷ്ടത കണ്ട് മാറിപ്പോകുന്നവനല്ല, നിന്റെ സങ്കടങ്ങൾ അറിഞ്ഞ് ആമേൻ അടുത്തു വരുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. ലോകത്തിൽ അവൻ കഷ്ടത കാണുമ്പോൾ മക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലും അകന്നു പോകുന്നത് സഹജമാണ്. ക്രൈസ്തലോ. എന്നാൽ കഷ്ടത കാണുമ്പോൾ അടുത്ത് വരുന്ന ഒരുവനേ ഉള്ളൂ, അത് ആഗ്രഹത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവമാണ്. ക്രൈസ്തലോ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എനിക്ക് അടുത്ത് വേണ്ടപ്പെട്ട ഒരു കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോ ആമേൻ അവര് പറഞ്ഞത് ആമേൻ പണമുണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ക്രൈസ്തലോ. ഹല്ലേലൂയ. ആമേൻ. അതെ, കഷ്ടതയായാലും ബുദ്ധിമുട്ടായാലും പ്രയാസമായാലും ദൈവം പ്രസാദിക്കണമെങ്കിൽ പണം വേണം. പണം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ഞാൻ അത് കേട്ടപ്പോ ചിന്തിച്ചു, ആമേൻ, കഷ്ടവും വേദനയും നിരാശയും നിറഞ്ഞ ലോകത്ത് ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവത്തിന് പണം വേണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ലോകത്ത് ദൈവമക്കളെ അതെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് അതെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയ, അഗതിയെ പൊടിയിൽ നിന്ന് ഉയർത്തിയ ഒരേ ഒരുവനെ ഉലകത്തിലുള്ളൂ. അത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ഹല്ലേലൂയ അതെ വചനം പറയുന്നു. അതെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഹല്ലേലൂയ അതെ രക്ഷ പ്രാപിപ്പാൻ വേറെ മാർഗം ഉലകത്തിലില്ല. ഇത് നിഷേധിക്കുന്നവരുണ്ട്, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. ഇത് വിശ്വസിക്കുന്നവരുണ്ട്, അത് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് പകലും അത് ദൈവശക്തിയായി അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിഷേധിക്കുന്നവർക്ക് അത് മോക്ഷത്വമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ മേൽ ആ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തിയെ ഈ പകൽ സ്വർഗം വെളിപ്പെടുത്തി പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അതേ കാലുകൾക്ക് ബലം നൽകിയും അതേ മനസ്സിന് സമാധാനം നൽകിയും ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുകയും ചെയ്യുകയാണ്. മനുഷ്യരേഖനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണയെ തക്ക സമയത്ത് നൽകിത്തരും എന്ന് വിശ്വസിച്ച് ക്ഷമയോടെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. പലർക്കും കാത്തിരിക്കുവാൻ സാധിക്കുന്നില്ല. തത്രപ്പെട്ട് ബന്ധപ്പെട്ട് കാലോ കൈയോ ഒക്കെ കാണിച്ച് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും കൂടെയൊക്കെ ഇറങ്ങി അങ്ങ് പോയി ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന അനേക തലമുറകളുണ്ട്. അങ്ങനെ ഇറങ്ങി തിരിച്ച പലരും പാതി വഴിയില് ജീവിതം മടുത്ത് ആമേൻ സ്വയം ജീവിതം എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. കുഞ്ഞെ, നീ അങ്ങനെ തകർന്നു പോകേണ്ടവളല്ല. കുഞ്ഞെ, നീ അങ്ങനെ തകർന്നു പോകേണ്ടവനല്ല. ഒരുപക്ഷെ നിന്റെ പിതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ഒരുപക്ഷെ നിന്റെ മാതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ഒരുപക്ഷെ നിന്റെ സഹോദരന്റെ പ്രാപ്തിയിലായിരിക്കാം. എന്നാൽ നിന്റെ ഈ സാഹചര്യത്തിലും ഈ ഭൂമിയുടെ പരപ്പിൽ ആമേൻ നിന്നെ നിർത്തിയിരിക്കുന്ന, നീ കിടന്ന പായിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന, നീ കഴിക്കുന്ന ആഹാരം നിന്റെ ശരീരത്തിന് അതെ എനർജിയായി, പ്രോട്ടീനായി, മിനറൽസായി, ബ്ലഡായി ആമേൻ അതെ അതെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു കണ്ണിനും കനിവ് തോന്നാതിരിക്കുമ്പോൾ കരുണാമയനായിരിക്കുന്ന ദൈവം നിന്നോട് കരുണ കാണിപ്പാൻ ശക്തന. നീ അത് മനസ്സിലാക്കാതെ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് ആമേൻ ഇഷ്ടം തോന്നി ഒന്നും അറിയാതെ ഇറങ്ങിത്തിരിച്ചിട്ട് പാതി വഴി ജീവിതം അവസാനിപ്പിക്കുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് ഇന്ന് പകൽ പ്രത്യാശയോടെ ഹല്ലേലൂയ നീ ആമേൻ കാത്തിരിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എനിക്കൊരു നല്ല കാലം ഉണ്ടാകും, എനിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകും, അത് എന്റെ ദൈവം എനിക്ക് നൽകി തരും. എങ്ങനെയാ നൽകി തരുന്നത്?
ആമേൻ, അത് ശുഭകരമായ രീതിയിലായിരിക്കും. തക്കതായത് ദൈവം തക്ക സമയത്ത് നൽകിത്തരും. അതിനുവേണ്ടി നീ എടുത്തു ചാടേണ്ട, അതിനുവേണ്ടി നീ ബന്ധപ്പെടേണ്ട, അതിനുവേണ്ടി നീ കുറുക്കുവഴി തേടേണ്ട. അത് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത നല്ല ദൈവം. നിനക്ക് നല്ലത്, ഹല്ലേലൂയ, അത് ക്വാളിറ്റി ഉള്ളത്, മൂല്യമായത്, അത് സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ കഷ്ടതയും വേദനയും പ്രതികൂലവും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോ തക്ക തുണയാണ് ദൈവം നിനക്ക് തന്നതെങ്കിൽ ആ തക്കതയുടെ നടുവിൽ സാരമില്ലെന്ന് പറഞ്ഞ് പരസ്പരം സന്തോഷത്തോടെ ഈ ഭൂമിയിൽ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ജീവിക്കുവാൻ ഓരോ കുടുംബങ്ങളെയും ഓരോ തലമുറകളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പ്രത്യാശ അർത്ഥമാക്കുന്നത് പ്രതീക്ഷ എന്നാണ്. ഇന്ന് പകരം എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? ഹല്ലേലൂയ. നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ പാസ്സാകും. ഹല്ലേലൂയ. നന്നായി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ കഷ്ടമൊക്കെ മാറി ആമേൻ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുന്നതിന് മുമ്പ് കുറച്ചു കാലം നന്നായി ജീവിക്കാൻ ദൈവം എന്നെ സഹായിക്കുമെന്ന്. ഇന്ന് പകൽ ആമേൻ ഇവിടെ ആമേൻ ഈ ഭൂമിയിൽ ഹല്ലേലൂയ എനിക്കൊരു നല്ല ശുഭത ഉണ്ടാകും എന്നുള്ള ആ പ്രത്യാശ നൽകി പ്രതീക്ഷയോടെ ജീവിക്കുന്ന ദൈവമൈതലേ, നീ ക്ഷമയോടെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. സമയത്തിന് മുമ്പ് നീ എടുത്ത് ചാടരുത്, വിവേകം കാട്ടരുത്. ഹല്ലേലൂയ, ആമേൻ. അതെ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. വിശ്വാസത്താൽ കാക്കപ്പെടുന്ന, ഹല്ലേലൂയ, ഈ കാക്കപ്പെടുന്ന എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് പദം ഒരു സൈനിക പദപ്രയോഗമാണ്. അതിന്റെ അർത്ഥം കാവൽക്കാരനാൽ സൂക്ഷിക്കപ്പെടുന്നുവെന്നാണ്. എന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ, എന്റെ കാലിനെ അത് സൂക്ഷിക്കാനായിട്ട് ദൂതന്മാരെ ആക്കി വെക്കുന്ന ഒരു നല്ല ദൈവം. മാതാവേ, പിതാവേ, കൂടപ്പറപ്പേ, നീ സഞ്ചരിക്കുന്ന പാതയിൽ, നീ കയറുന്ന വാഹനത്തിൽ ആക്സിഡന്റ് ഉണ്ടായി നീ തകർന്നു പോയാൽ ജീവിതം തീർന്നു അല്ലേ? എത്രയോ ആക്സിഡന്റിൽ അനേകരെ തകർന്നു. മുടിനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ദൈവശക്തിയാണ് ആ കാവൽക്കാരൻ. തന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്വർഗീയ സൈന്യമുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഈ ഭൂമിയിൽ ദൈവമക്കളായി ജീവിക്കുന്ന വിശ്വാസികളെ പരിപാലിക്കുവാൻ തന്റെ ശക്തരായ ദൂതന്മാരെ അവർക്കായി അയക്കുന്നു. ഇത് നിഷേധിക്കുന്നവരുണ്ടാകാം. ഇത് മതഭ്രാന്തന്മാരായിരിക്കുന്നവരൊക്കെ വിശ്വസിക്കും, എന്നെ പോലുള്ളവരൊന്നും വിശ്വസിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു മതത്തിന്റെ പ്രഭാഷകനല്ല, ഞാനൊരു സംഘടനയുടെ റെപ്രസെന്റേറ്റീവ് അല്ല. എന്നെ ഞാനാക്കി മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് അതെ കൊണ്ടുപോയിട്ട് അതെ തിരിച്ചു കൊണ്ടുവരുന്നത് നോക്കിയിരുന്ന എന്റെ മാതാപിതാക്കളോട് ഇനി പ്രതീക്ഷിക്കേണ്ട ഉണരത്തില്ല എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. വിവാഹം കഴിച്ചാലും തലമുറകൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സമയമുണ്ട്. വിവാഹാനന്തരം 3.5 വർഷത്തോളം തലമുറയില്ലാതെ അത് വാവിട്ട് കരഞ്ഞ സമയങ്ങളുണ്ട്. തലമുറ ഉണ്ടായിട്ട് അതേ തലമുറ പലപ്പോഴും അതേ കൈവിട്ടുപോയ സമയങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ബോംബെ പട്ടണത്തിൽ ഞങ്ങൾ കുടുംബമായി പാർക്കുന്ന സമയത്ത് അന്തേരിയിൽ വെച്ച് എന്റെ മൂത്ത മകളെ അത് മിസ്സായി പോയി.
അറിയപ്പെടാത്ത അവിടെ വെച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞിനെ കണ്ടെത്തി. അതുപോലെ മലമ്പുഴ ടൂറിസ്റ്റ് പ്ലേസിൽ വെച്ച് എന്റെ രണ്ടാമത്തെ മോൾക്ക് ഏതാണ്ട് 27 ദിവസമായപ്പോഴേക്കും ഞങ്ങള് ഒരു ടൂറ് പോയതാ. അവിടെ വെച്ച് ഞങ്ങളുടെ മൂത്ത മകളെ മിസ്സായിപ്പോയി. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ അത് തിരികെ കിട്ടുവാൻ തക്കൊന്നും ഇടയായി. അതുപോലെ എന്റെ കുഞ്ഞ് ആമേൻ 1 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് ഞങ്ങള് പാലക്കാട് ജില്ലയിൽ ചിറ്റൂര് അമ്പാട്ടുപാളയത്ത് താമസിക്കുമ്പോൾ ഒരു പനി വന്നു. ആമേൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഇനി ഈ കുഞ്ഞ് ഉണരത്തില്ല. ആമേൻ ഈ കുഞ്ഞ് ആമേൻ അതെ പൾസൊക്കെ നിന്നു. ആമേൻ ഇനി പ്രതീക്ഷയില്ല. പക്ഷേ ഇന്നും 18 വയസ്സ് കഴിഞ്ഞ് അതേ വിവാഹം കഴിഞ്ഞ് ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ കുഞ്ഞിന് ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ ദൈവം ഒരു തലമുറയെ പോലും കാണുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ആമേൻ അതെ രണ്ടാമത് ഒരു തലമുറയും കൂടെ ഇന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞിനെയും കൂടെ സ്വർഗത്തിന്റെ ദൈവം ദാനമായി നൽകി. ഇന്ന് പകൽ അതെ വിവാഹം കഴിച്ചാലും തലമുറകൾ ഉണ്ടാകത്തില്ല. വിവാഹം കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ മാതാവ് എന്നെ ഇവന്റെ ഭാര്യയും തൃശൂർ ജില്ലയിൽ അത്താണി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആമേൻ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവന്റെ കൂടെ അതെ പ്രതീക്ഷയോടെ ജീവിക്കാൻ അതെ ആഗ്രഹിക്കേണ്ട, ഇവനിലൂടെ ഒരു തലമുറ ഉണ്ടാകുവാൻ സാധ്യതയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അതെ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? താങ്കളുടെ പ്രതീക്ഷകളെ അസ്തമിക്കത്തക്ക വിധത്തിൽ ചില ശബ്ദങ്ങൾ കാതുകളിൽ കേട്ട് മനം നൊന്ത് ഉറക്കം നഷ്ടപ്പെട്ട് കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഈ ലോകത്തിൽ ആർക്കും അത് നൽകുവാൻ കഴിയാത്തത് നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഉലകത്തിൽ ഒരുവന് മാത്രമേ ദൈവം അധികാരം നൽകിയിട്ടുള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം നൽകിയ ഏക നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊക്കെയും ആമേൻ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലയോ? ഇല്ലാത്തതിന് ഉള്ളതുപോലെ ഉരുവാക്കുവാൻ കഴിയുന്ന അതേ സ്വർഗീയ സൈന്യത്തിന്റെ ആജ്ഞപ്രകാരം തന്നിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ 1000 ദൂതന്മാരെ ആക്കി വെക്കുന്ന കരുണാമയനായ കർത്താവിന്റെ ആ കരുതലും സൂക്ഷിപ്പും അനുഭവിച്ചുകൊണ്ട് ഈ ഉച്ചരമായ ഭൂമിയിൽ മരുഭൂമി പ്രയാണ യാത്രയിൽ ജീവനോടെ നിർത്തിയിരിക്കുന്ന സർവ്വകൃപാലുമായ ദൈവത്തിന് ഇരുകരങ്ങളിൽ ചേർത്തടിച്ച് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. നീ ആമേൻ ജോലി തേടി പോകുന്നിടത്ത് ആമേൻ നീ ഒറ്റയ്ക്കായാലും ഹല്ലേലൂയ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ദൂതന്മാരെ ആക്കി വെക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ആഹ്വാനം ചെയ്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമത്തുന്നവരുമായവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. സർവശക്തനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തത്സമയ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിച്ചവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഏവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപികളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകലേവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ,
സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത കൊടുക്കണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് കഴിയുന്നവരുടെ ബുദ്ധിമുട്ടുകളെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം തീർത്തു കൊടുക്കണമേ. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുക്കണമേ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ സ്വർഗ്ഗമിടയാകണമേ. കർത്താവേ, പനിയാൽ ഭാരപ്പെടുന്നവരുണ്ട്, കൊറോണയാൽ ഭാരപ്പെടുന്നവരുണ്ട്, ആമേൻ, വിവിധ രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്നുള്ള ആ തിരുവചന പ്രകാരം ഇന്ന് പകൽ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ രോഗികളുടെ മേൽ സൗഖ്യം പകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും കൂട്ടരും അപ്പുലോസിന്റെ പിതാവ് പനിയാൽ ഭാരപ്പെട്ട് കിടന്നപ്പോൾ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് പകൽ യേശുവിന് അധികാരമുള്ള നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, രോഗക്കിടക്ക് വിട്ട് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അതിവേഗം സഞ്ചരിക്കുന്ന ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി സമസ്ത മേഖലകളിൽ ദൈവപ്രവൃത്തിയായി വെളിപ്പെടട്ടെ. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. സ്വർഗ്ഗാത്ഭുതങ്ങളെ ചെയ്യണം. എത്രത്തോളം ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രാരംഭം മുതൽ ഈ സമയം വരെയും കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച് എല്ലാവരും അങ്ങയുടെ നാമം ചൊല്ലി ഒരിക്കൽ കൂടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് എല്ലാവരെയും കൈവരിച്ച് നടത്തിയ, അതിരുകളെ വിസ്താരമാക്കിയ തിരുനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കും. ആദിയോടെ പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരുന്ന് ഇത്രത്തോളം അടികളെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ദൈവകൃപയ്ക്കായി നമ്മൾ ഒരിക്കൽ കൂടെ നന്ദി പറയും. സകല മഹത്വവും മാനവും വീഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കും. അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായിരിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ദൈവകൃപയ്ക്കായി ഒരിക്കൽ കൂടെ അക്കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവായി മനസ്സാൽ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സാൽ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെയും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഏവരോടുകൂടെയും കർത്താവിന്റെ രണ്ടാം വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. പ്രൈസ് ഗോഡ്. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഏവർക്കും ഒരിക്കൽ കൂടെ ധന്യനായ കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള വന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവം അനുവദിച്ചാൽ 9:30 മണിക്ക് രാത്രിയിൽ വീണ്ടും തത്സമയ പ്രാർത്ഥന വചന ശുശ്രൂഷയുമായി ലൈവ് മീറ്റിംഗുമായി കടന്നു വരുന്നതായിരിക്കും. സാഹചര്യ സന്ദർഭവും അനുവദനീയമായിരിക്കുന്നവർ കടന്നു വരിക. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.